ഹേ ഗൈസ്, വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഇയർ ഡ്രോപ്പ് 161 പ്രോ ബഡിൻ്റെ ക്വിക്ക് റിവ്യൂയും ക്വിക്ക് അൺബോക്സിങ്ങൊക്കെയാണ് ഗൈസ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് പുതിയ മോഡലൊക്കെയാണ് ഗൈസ് നമുക്ക് പറയാറുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സിന് ഗൈസ് ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഗൈസ് നമ്മുടെ ബഡ് കാണാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ബഡ്സിനെ. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ചാർജറും കൂടി കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് ഡ്രോബാക്ക് തോന്നുന്നത് ബോട്ടിൻ്റെ കുറേ സ്റ്റിക്കേഴ്സും കുറേ പേപ്പേഴ്സും അവർ തരുന്നുണ്ട്. സോ ഇതാണ് ബോട്ടിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ്. ഇത് മാക്സിമം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കാം, ഇറ്റ്സ് ഓഫ് കോഴ്സ് ഗൈസ്. പിന്നീട് വരുന്നതാണ് നമുക്കെല്ലാം മാറ്റിയ ശേഷം പിന്നീട് നമുക്ക് വരുന്നതാണ് ഗൈസ് ഇയർ ബഡും ഇയർ ചാർജേഴ്സും. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ചാർജേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കേബിള് A to C ടൈപ്പ്, പിന്നെ അതിൽ വരുന്നതാണ് ബഡിൻ്റെ എക്സ്ട്രാ ബഡ്സും കൂടി വരുന്നുണ്ട്. സോ ഇതിൽ വരുന്നത് C ടൈപ്പ് ചാർജറാണ് ഗൈസ് വരുന്നത്, A to C. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ബഡ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഗൈസ് ഒരു പ്രീമിയം ലുക്ക് തന്നെ ഗൈസ് നമുക്ക് അൺബോക്സിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ എന്ത് സാധനം ഗൈസ്, വാവ്, അടിപൊളി സാധനം. നമ്മളെ ബോട്ടിൻ്റെ 161 പ്രോ ബഡ് പുതിയ കുറേ ഇത് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നമുക്കൊരു പോക്കറ്റ് നമ്മൾ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡാണ് ഗൈസ്. അത് നമുക്ക് ഒരു കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു ബഡാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ രണ്ട് ബഡ്. ഇത് ക്വിക്ക് കണക്റ്റിംഗ് ഒക്കെയാണ് പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ക്വിക്ക് കണക്റ്റിംഗ് ആണ്. ഇതിൽ കുറേ ഡ്രോബാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പെട്ടെന്ന് അധികം കണക്റ്റും ആവുന്നില്ല ഇത് ഗൈസ്. നമ്മളിത് ചെവിയിലോട്ട് വെക്കുമ്പോൾ ഗൈസ് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പിന്നെ ഇതിലൊരു കാര്യം, നമ്മൾ വോളിയം കൂട്ടി വയ്ക്കുമ്പോഴേക്കും നമുക്ക് പുറത്തോട്ട് സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഒരു ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. പിന്നെ ഇത് നമുക്ക് വരുന്ന ഒരു പോക്കറ്റബിൾ ഡിസൈനായിട്ടായിരിക്കും ഗൈസ് നമുക്ക് ഈ ഒരു ഇയർബഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന് വാട്ടർ റെസിസ്റ്റൻസ് IPX5 ആണ് ഇതിന് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ ഇതിന് ബീസ്റ്റ് മോഡലാണ് ബോർഡിൻ്റെ. പിന്നെ ഇതിലൊരു ഡ്യുവൽ കണക്ഷൻ എന്ന് വെച്ചാൽ മൾട്ടി കണക്ഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇപ്പം ലാപ്ടോപ്പിലും ഫോണിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തിട്ടിരിക്കുമ്പോഴേക്കും ഫോണിൽ കോൾ വരുന്നത്, അപ്പോൾ നമുക്ക് ഫോണിൽ ഉടനെ അറ്റൻഡ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഈ ഒരു എയർപോർട്ട് 161 പ്രോ ബഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.2 ആണ്. ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് ഏകദേശം 5.2 ആണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിവൈസ് കണക്റ്റിംഗ് വരുന്നത് 10 മീറ്റർ മാത്രമേ ഡിവൈസ് കണക്റ്റിംഗ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് എത്ര അഫോർഡബിൾ ആണെന്ന് എനിക്കറിയില്ല. 1000 രൂപയാണ് വെച്ചാൽ 999 റേറ്റ് വരുന്നത്. പക്ഷേ ഇതിൽ MRP റേറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, 4490 എന്താണ് 4490 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ് അവർ പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഇയർബഡിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷേ ഡ്രോബാക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ കണക്റ്റീവ് ആണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അവർ പറയുന്നത് ജസ്റ്റ് ക്വിക്ക് ഓപ്പണിങ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കണക്റ്റ് ആവും. ഓൾറെഡി പെയർ ചെയ്തിട്ടുള്ള മൊബൈലിലാണെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ആവും. പക്ഷെ നമ്മളിത് വേറൊരു മൊബൈലിലോട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കും ലേറ്റ് ആവും ഗൈസ് കണക്റ്റിംഗ് ആവാനായിട്ട്. പിന്നെ ചാർജിങ് ഇഷ്യൂസ് നമുക്ക് പറയാനാണെങ്കിൽ 2 മണിക്കൂർ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചാർജ് ഡൗൺ ആവും, 80% മാറും. പിന്നെ ഇതിൽ വേറൊരു കാര്യം, നമുക്കിതിൽ വരുന്നത് C ടൈപ്പിൻ്റെ പോർട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടണും കൂടി ഉണ്ട് ഗൈസ്, അതിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം വരുന്നത് 50 മണിക്കൂറാണ്. പക്ഷെ നമുക്ക് 50 മണിക്കൂറും കിട്ടില്ല ഗൈസ്. ഇതിപ്പോൾ 40 മണിക്കൂർ ആ റേറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എയർ ഡ്രോപ്പ് 61 പ്രോ ബഡിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമുക്കിതിൽ 50 പ്ലേ ബാക്ക് ടൈമുണ്ട്, പിന്നെ 100 mm ടൈപ്സ് ഉണ്ട്, പിന്നെ മൾട്ടി ഡിവൈസ് ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് മൾട്ടി ഡിവൈസ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ്. അപ്പം ഈ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ